തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്കുണ്ടാക്കുന്ന നോറയ്ക്ക് ഇത്തവണ ജിൻഡോയിൽ നിന്നും കിട്ടിയ മറുപടി ഇത് വല്ലാത്തൊരു മറുപടിയായിപ്പോയി. തൻ്റെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന നോറയ്ക്ക് ഒരു ഗ്യാസ് വിട്ടാണ് ജിൻഡോ ഉത്തരം നൽകിയത്. ഇത് അറിയാതെ സംഭവിച്ചതാണെങ്കിലും അതൊരു മറുപടിയായി കൂട്ടിക്കൊള്ളാൻ തമാശ രൂപേണ ജിൻഡോ പറയുകയും ചെയ്തു. ഇത് നോറയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. ഇത്രയും നിലവാരമില്ലാത്ത ക്യാപ്റ്റനാണ് തങ്ങൾക്ക് കിട്ടിയത് എന്നും പറഞ്ഞ് നോറ ആ റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഡൺ റൂമിൽ പോയി ജാസ്മിൻ, ശ്രീതു, റസ്മിൻ എന്നിവരോട് ജിൻഡോ കാണിച്ച പ്രവൃത്തിയെപ്പറ്റി നോറ പറയുന്നുമുണ്ട്. എന്നാൽ ഹൗസിൽ ബാക്കി എല്ലാവരും ഇതിനെ ഫണ്ണായി മാത്രമാണ് എടുത്തത്. താൻ അറിയാതെ ചെയ്തതാണെന്ന് ജിൻഡോയും പറഞ്ഞു. ഇനി ഇതിൽ പിടിച്ചു കയറലേ എന്നാണ് നോറയോട് ജിൻഡോ പറഞ്ഞത്. എന്നാൽ നോറ അതും ഒരു ഇഷ്യൂ ആക്കി. ഇതിനുശേഷം അൻസിബ ജിൻഡോയെ വിളിച്ച് പേഴ്സണലായി ഉപദേശിക്കുന്നുണ്ട്. ഈ കാര്യം നാളെ എന്തായാലും ഒരു ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ജിൻഡോ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ പിന്നീട് അത് വലിയൊരു പ്രശ്നമാക്കും. ഇതിനേക്കാൾ നല്ലത് ഒരു സോറി പറഞ്ഞ് അതിൽ നിന്നങ്ങ് ഒഴിയുന്നതാണ് എന്നാണ് അൻസിബ ഉപദേശിച്ചത്. ഇത് പ്രകാരം ജിൻഡോ നോറയുടെ അടുത്ത് പോയി താൻ അറിയാതെ ചെയ്തതാണെന്നും താൻ ചെയ്ത ആക്ടിന് സോറി പറയുന്നു എന്നും നോറയോട് പറഞ്ഞു. ഇങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. പവർ ടീമിന്റെ പണിഷ്മെന്റിൽ കിലുക്കത്തിലെ രേവതിയായി ആക്ട് ചെയ്യാൻ അവസരം ലഭിച്ച നോറ അത് വളരെ കൃത്യമായി ഉപയോഗിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നോറ. ഇത് കൈവിട്ടു പോകുമെന്ന് തോന്നിയ സിബിൻ ആ സ്പോട്ടിൽ തന്നെ ഗെയിം മാറ്റിപ്പിടിച്ചു. നോറ പലതും വിളിച്ചു പറയാൻ തുടങ്ങുമ്പോഴേക്കും നോറയുടെ ആക്ടിവിറ്റിയെ ചേഞ്ച് ചെയ്തു. പാട്ടുപാടാനും മറ്റും പറഞ്ഞ് അത് ട്വിസ്റ്റ് ചെയ്തു. മാത്രമല്ല ശരണ്യയോട് പവർ റൂമിൽ കയറി ഇരിക്കാനും പറഞ്ഞു. സദാസമയം കരഞ്ഞു നിലവിളിച്ച് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോറയ്ക്ക് ചിരിച്ച് ഹാപ്പിയായി കിലുക്കത്തിലെ രേവതിയുടെ റോൾ ചെയ്യാനുള്ള പണിഷ്മെൻ്റാണ് പവർ ടീം നൽകിയത്. ഇത് വളരെ നല്ലൊരു ഫൺ എലമെൻ്റായി ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഉണ്ടാക്കി. ഈ ആക്ടിൽ സ്ക്രീൻ സ്പേസ് മുഴുവനും നോറ കൊണ്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ.